Welcome to Forward Steps Vlogs. This is the 9th part of questions and answers related to Kerala Treasury Code and Kerala Account Test conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. പെർമനന്റ് അഡ്വാൻസ് ആർക്കാണ് അനുവദിച്ച് നൽകുന്നത്? ഉത്തരം ഓഫീസ് മേധാവിക്ക്. റിട്ടയർ ചെയ്യുന്ന ജീവനക്കാരന് പെൻഷൻ അനുവദിച്ചു കിട്ടുന്നതിന് ആരാണ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഉത്തരം ഗസറ്റഡ് ഓഫീസർക്ക്, ട്രഷറി ഓഫീസറും നോൺ ഗസറ്റഡ് ഓഫീസർക്ക് ഡ്രോയിങ് ഓഫീസറും നൽകണം. ഒരു സർക്കാർ ഇതര സ്ഥാപനത്തിന് അനുവദിച്ചു കിട്ടിയ ഗ്രാന്റ് എയ്ഡ് മാറിയെടുക്കുന്നതിനുള്ള ബില്ല് ലഭിച്ചാൽ മാത്രം ട്രഷറി ഓഫീസർക്ക് തുക അനുവദിച്ചു കൊടുക്കാമോ? ഉത്തരം ഗ്രാന്റ് അനുവദിച്ചു കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥൻ അനുവാദ ഉത്തരവിന്റെ കോപ്പി ട്രഷറി ഓഫീസർക്ക് അയച്ചു കൊടുത്തത് ട്രഷറിയിൽ ലഭിക്കുമ്പോൾ അനുവദിക്കാം. ട്രഷറി ബിൽ ബുക്ക് തിരികെ കിട്ടാത്ത വിധം നഷ്ടപ്പെട്ടാൽ ഡിപ്പാർട്ട്മെന്റൽ ഓഫീസർ എന്തൊക്കെ റെഫർ ചെയ്തതിനു ശേഷമാണ് പുതിയ ബിൽ ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത്? ഉത്തരം ക്യാഷ് ബുക്ക്, കണ്ടീജന്റ് രജിസ്റ്റർ എന്നിവ ട്രഷറിയിലെ സബ്സിഡിയറി സേവ് ബുക്കുകളുമായി ഒത്തുനോക്കിയതിനു ശേഷം. ട്രഷറി ബിൽ ബുക്ക് നഷ്ടപ്പെടുകയും പുതിയ ട്രഷറി ബിൽ ബുക്ക് തുടർന്ന് അനുവദിച്ച് വാങ്ങുകയും എന്നാൽ പിന്നീട് നഷ്ടപ്പെട്ട ബുക്ക് തിരികെ ലഭിക്കുകയും ചെയ്താൽ ഡ്രോയിങ് ഓഫീസർ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം ബുക്കിന്റെ ബ്ലാങ്ക് ആയ പേജുകളും റിക്വസിഷൻ സ്ലിപ്പും ക്യാൻസൽ ചെയ്യുകയും ഭദ്രമായി സൂക്ഷിക്കുകയും വിവരം ട്രഷറി ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഒരു സർക്കാർ സ്ഥാപനത്തിന് സർക്കാർ ഗ്രാന്റ് എയ്ഡ് പാസാക്കിയാൽ ട്രഷറി ഓഫീസർ അനുവദിച്ചു കൊടുക്കണമെങ്കിൽ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം ക്ലെയിം ഡിപ്പാർട്ട്മെന്റിൽ ഓഫീസർ കൗണ്ടർ സൈൻ ചെയ്യണം. സാങ്ഷൻ ഓർഡറിന്റെ കോപ്പി ഉൾപ്പെടുത്തിയിരിക്കണം. ഒപ്പം കൗണ്ടർ സിഗ്നേച്ചറും സ്പെസിമെൻ സിഗ്നേച്ചറുമായി ഒത്തുനോക്കുകയും വേണം. ഒരു ഗസറ്റഡ് ഓഫീസർ ക്ലെയിം ചെയ്യുന്ന ശമ്പള ബിൽ ട്രഷറിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഏത് രജിസ്റ്ററുമായി ഒത്തുനോക്കി ബോധ്യപ്പെട്ടതിനു ശേഷമാണ് ട്രഷറി ഓഫീസർ അനുവദിച്ചു കൊടുക്കുന്നത്? ഉത്തരം LPC, പേ സ്ലിപ്പ് എന്നിവയുടെ സംയുക്ത രജിസ്റ്ററുമായി. 27/3/2014 ട്രഷറി പാസാക്കിയ ഗ്രാന്റ് എയ്ഡ് ബിൽ 2/4/2014 ബാങ്കിന് പാസാക്കി നൽകാൻ പറ്റുമോ? ഉത്തരം തൊട്ടു മുൻപുള്ള സാമ്പത്തിക വർഷത്തിൽ അനുവദിച്ച തുക മാറി നൽകാൻ പാടില്ല എന്നതിനാൽ ബിൽ ട്രഷറിക്ക് തിരികെ നൽകണം. ട്രഷറി സേവിങ്സ് ബാങ്ക് ചെക്കിന്റെ കാലാവധി എത്ര മാസം? ഉത്തരം 3 മാസം. PWDക്കായി ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ലാൻഡ് അക്വിസിഷൻ ഓഫീസർമാർ നൽകുന്ന നഷ്ടപരിഹാര തുക ട്രഷറി അക്കൗണ്ടിൽ എങ്ങനെയാണ് തരംതിരിച്ചിരിക്കുന്നത്? ഉത്തരം പൊതുമരാമത്ത് വകുപ്പിന്റെ ചെലവ് ഓരോ കേസിലും ഡിവിഷന്റെ പേര് വ്യക്തമാക്കിയിരിക്കും. പെൻഷൻ പേയ്മെന്റ് ഓർഡർ ട്രഷറിയിൽ ലഭിച്ചാൽ ബന്ധപ്പെട്ട പെൻഷനറെ ആദ്യ പേയ്മെന്റ് നൽകുന്നതിനായി ട്രഷറി തിരിച്ചറിയുന്നതെങ്ങനെ? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ അയച്ചു കൊടുത്ത പെൻഷൻ പേയ്മെന്റ് ഓർഡറിന്റെ വ്യക്തിഗത കോപ്പിയും സാക്ഷ്യപ്പെടുത്തിയ ഫോട്ടോയും നോക്കി. ഗ്രാറ്റുവിറ്റി അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ആരാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ഓഫീസ് മാനുവലിന്റെ പ്രിന്റിംഗ് ചെലവ് ഏത് ഹെഡിലാണ് പെടുത്തേണ്ടത്? ഉത്തരം പബ്ലിക്കേഷൻസ് എന്ന ഹെഡിൽ. ഒരു വൗച്ചറിന് സാധ്യത ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ യോഗ്യതകൾ ഉണ്ടാകണം? ഉത്തരം പേയ്മെന്റിന് ഉത്തരവുണ്ടാകണം, തുക അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയിരിക്കണം, വിതരണ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ടിരിക്കണം. മരണമടഞ്ഞ പെൻഷനറുടെ കുടിശ്ശിക പെൻഷൻ അനുവദിച്ചു കിട്ടുന്നതിന് അവകാശികൾ എത്ര നാൾക്കകം അപേക്ഷിക്കണം? ഉത്തരം നിലവിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല.
ഒരു ഗസറ്റഡ് ഓഫീസർ ജോലി ചെയ്തിരുന്ന തസ്തികയുടെ തുടർച്ചാനുവാദം ഉണ്ടാകാതിരുന്നാൽ പേസ്ലിപ്പ് കൂടാതെ എത്ര കാലം വരെ ശമ്പളം മാറാം? ഉത്തരം 3 മാസം വരെ. മരണമടഞ്ഞ പെൻഷനറുടെ പെൻഷൻ വിതരണ തീയതിയിൽ അനന്തരാവകാശികൾ തങ്ങളുടെ വിഹിതം വാങ്ങുന്നതിന് എത്താതിരുന്നാൽ ട്രഷറി ഓഫീസർ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം റവന്യൂ ഡിപ്പോസിറ്റിൽ തിരികെ വരവ് കുറിക്കുകയും പിന്നീട് അവകാശികൾ എത്തുമ്പോൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും. പേയ്മെന്റ് ഓർഡർ ആരാണ് ഒപ്പിടേണ്ടത്? ഉത്തരം ഓഫീസ് മേധാവി. ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് മാറിയെടുക്കുന്നതിനുള്ള ബിൽ ഫോം ഏത്? ഉത്തരം ഫോം TR 59C. ട്രഷറി സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് എത്ര രൂപയാണ്? ഉത്തരം 100 രൂപ. എത്ര രൂപയിൽ അധികരിച്ചുള്ള പേയ്മെന്റിനാണ് റവന്യൂ സ്റ്റാമ്പ് പതിപ്പിക്കേണ്ടത്? ഉത്തരം 5000 രൂപയിൽ അധികം. ഗസറ്റഡ് ഓഫീസർമാർക്ക് പേസ്ലിപ്പ് കൂടാതെ താൽക്കാലികമായി ശമ്പളം മാറാവുന്ന കാലാവധി എത്ര മാസം? ഉത്തരം 3 മാസം. ട്രാവലിംഗ് അലവൻസ് ബിൽ ആരാണ് കൗണ്ടർ സൈൻ ചെയ്യുന്നത്? ഉത്തരം കൺട്രോളിംഗ് ഓഫീസർ. ഇൻക്രിമെന്റ് രജിസ്റ്റർ ആരാണ് എഴുതി സൂക്ഷിക്കുന്നത്? ഉത്തരം ഡ്രോയിംഗ് ഓഫീസർ. മരണമടഞ്ഞ സർക്കാർ ജീവനക്കാരന്റെ ശമ്പള കുടിശ്ശിക ഏത് റൂൾ പ്രകാരമാണ് തയ്യാറാക്കുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 212A പ്രകാരം. അരിയർ ബിൽ ശമ്പള ബില്ലിനോടൊപ്പം എഴുതാമോ? ഉത്തരം അരിയർ പ്രത്യേകം ബില്ലിൽ തയ്യാറാക്കണം. മീനിയേഴ്സിന്റെ ചെലവ് ചാർജ് ചെയ്യപ്പെടുന്നത് ഏത് അക്കൗണ്ടിലാണ്? ഉത്തരം കണ്ടിജൻസി അക്കൗണ്ടിൽ. ഓഫീസിലെ അനാമത്ത് ചെലവുകൾക്കായി അനുവദിക്കപ്പെടുന്ന അഡ്വാൻസ് തുക ഏത്? ഉത്തരം പെർമനന്റ് അഡ്വാൻസ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിരതദ്രവ്യം തിരികെ നൽകുന്നതിന് ഉത്തരവാകുന്ന ഓഫീസർ? ഉത്തരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ. പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നാൽ എന്ത്? ഉത്തരം ബില്ലിന്റെ മുകൾ ഇടതുഭാഗത്ത് ബിൽ തുകയിലും 1 രൂപ അധികരിച്ച് ചുവന്ന മഷിയിൽ എഴുതുന്നത്. ട്രഷറിയിൽ പേയ്മെന്റിനായി ലഭിക്കുന്ന ബില്ലുകൾ പരിശോധിക്കുന്നത്? ഉത്തരം അക്കൗണ്ട്സ് വിഭാഗം. ഫോം TR 6 എന്തിനു ഉപയോഗിക്കുന്നു? ഉത്തരം സർക്കാർ ജീവനക്കാരന് ലഭിക്കുന്ന ചെക്കുകൾക്ക് നൽകുന്ന രസീത്. കോടതികളുടെ പ്രൊഹിബിറ്ററി ഉത്തരവുകൾ പ്രകാരം ഈടാക്കിയെടുക്കുന്ന തുക കോടതിക്ക് എങ്ങനെയാണ് നൽകുന്നത്? ഉത്തരം ചെക്ക് മുഖേന. സിവിൽ കോഡ് ഡിപ്പോസിറ്റുകൾ ആരുടെ ഉത്തരവ് പ്രകാരമാണ് പിൻവലിച്ചു നൽകുന്നത്? ഉത്തരം സിവിൽ കോടതിയുടെ. ലോക്കൽ ഫണ്ട് ചെക്കുകളിൽ മേൽ പേയ്മെന്റ് നടത്തുന്നതിന് വേണ്ട യോഗ്യതകൾ? ഉത്തരം ബന്ധപ്പെട്ട അധികാരി ഒപ്പിട്ടിരിക്കണം. കൂടാതെ ആവശ്യമായ ക്യാഷ് ബാലൻസ് അക്കൗണ്ടിൽ ഉണ്ടാകണം. ചെക്ക് നഷ്ടപ്പെട്ടതായി പണം കൈപ്പറ്റിയ ആൾ ഡ്രോയിംഗ് ഓഫീസറെ അറിയിച്ചാൽ സ്വീകരിക്കുന്ന നടപടി എന്ത്? ഉത്തരം സ്റ്റോപ്പ് പേയ്മെന്റ് അപേക്ഷ നൽകണം.
കേന്ദ്ര സംസ്ഥാന സർവീസിലെ ജീവനക്കാരുടെ മുൻകാല സർവീസ് പരിഗണിച്ച് നൽകുന്ന പെൻഷൻ. ഉത്തരം സർവീസ് പെൻഷൻ. പെൻഷൻ പേയ്മെന്റ് ഓർഡർ നൽകേണ്ടുന്ന അധികാരി ആര്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ട്രഷറിയിൽ സറണ്ടർ ചെയ്ത ഉപയോഗിക്കാത്ത ചെക്ക് ലീഫുകൾ ആരുടെ സാന്നിധ്യത്തിലാണ് നശിപ്പിച്ചു കളയേണ്ടത്? ഉത്തരം ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ. സർവീസ് പെൻഷനർ എപ്പോഴാണ് മസ്റ്ററിംഗ് നടത്തേണ്ടത്? ഉത്തരം വർഷത്തിലൊരിക്കൽ. ഒരു സിവിൽ പെൻഷനറുടെ മരണം വിതരണ ഉദ്യോഗസ്ഥർ ആർക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്. പെൻഷൻ എത്ര വർഷത്തിൽ അധികകാലം വാങ്ങാതിരുന്നാൽ നിലച്ചു പോകും? ഉത്തരം 3 വർഷത്തിൽ. പെൻഷനർ മരിച്ചാൽ ഫാമിലി പെൻഷൻ വിതരണം ആരംഭിക്കുന്നത് എന്നാണ്? ഉത്തരം അടുത്ത മാസത്തിന്റെ ആദ്യ ദിനം. ഒരു പെൻഷനറുടെ അപേക്ഷ പ്രകാരം മറ്റൊരു ട്രഷറിയിലേക്ക് പെൻഷൻ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്നതിന് ആർക്കാണ് അധികാരമുള്ളത്? ഉത്തരം ട്രഷറി ഓഫീസർക്ക്. ട്രഷറിയിൽ പ്രസന്റ് ചെയ്ത ശമ്പള ബില്ലിലെ അരിത്തമെറ്റിക്കൽ തെറ്റുകൾ തിരുത്തുന്നതിനുള്ള അധികാരം ആർക്കുള്ളതാണ്? ഉത്തരം ട്രഷറി ഓഫീസർക്ക്. ട്രഷറിയിൽ ലഭിച്ചിട്ടുള്ള ചെക്ക് ഫൈനൽ പേയ്മെന്റായി എപ്പോൾ കണക്കാക്കാം? ഉത്തരം യഥാർത്ഥത്തിൽ തുക ഗവൺമെന്റ് കണക്കിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ. പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എന്നാൽ എന്ത്? ഉത്തരം ബില്ലിന്റെ മുകളിൽ ഇടതുഭാഗത്ത് ബിലോ എന്ന ചുവന്ന മഷിയിൽ എഴുതുന്നത്. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ശമ്പളം മാറുന്ന ബിൽ ഫോം ഏത്? ഉത്തരം ഫോം TR 51. പേയ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു ബില്ല് ഒരാൾക്ക് എത്ര തവണ എൻഡോഴ്സ് ചെയ്യാം? ഉത്തരം ഒരിക്കൽ മാത്രം. അക്ഷരജ്ഞാനമില്ലാത്ത വ്യക്തിയുടെ വിരലടയാളം ആരാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്? ഉത്തരം ട്രഷറി ഓഫീസർക്ക് ബോധ്യമുള്ള ആൾ. അക്കൗണ്ടന്റ് ജനറൽ പേസ്ലിപ്പ് ഇഷ്യൂ ചെയ്യുന്നതിന് കാലതാമസം നേരിട്ടാൽ ആയതില്ലാത്ത ഗസറ്റഡ് ഓഫീസർക്ക് എത്ര കാലം ശമ്പളം മാറിയെടുക്കാം? ഉത്തരം 3 മാസം. ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ബിൽ നോൺ ഗസറ്റഡ് ഓഫീസർക്ക് എത്ര കാലം മാറിയെടുക്കാം? ഉത്തരം ഡിപ്പാർട്ട്മെന്റ് മേധാവിയോ തൊട്ടുമുകളിലുള്ള ഗസറ്റഡ് ഓഫീസറോ ബില്ലിൽ കൗണ്ടർ സൈൻ ചെയ്യണം. മീനിയൽസിന്റെ ശമ്പളം ക്ലെയിം ചെയ്യുന്ന ബിൽ ഫോം ഏത്? ഉത്തരം കണ്ടീജന്റ് ബിൽ. റിട്ടയർ ചെയ്യുന്ന ഗസറ്റഡ് ഓഫീസർ ആര് ഇഷ്യൂ ചെയ്യുന്ന ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്? ഉത്തരം ട്രഷറി ഓഫീസർ. പെർമനന്റ് അഡ്വാൻസ് എന്നാൽ എന്ത്? ഉത്തരം ചില സർക്കാർ ജീവനക്കാർക്ക് തങ്ങളുടെ ഓഫീസിലെ ചില കണ്ടീജന്റ് ചാർജ് വഹിക്കുന്നതിനായി അനുവദിക്കുന്ന തുക. ഒരു കണ്ടീജന്റ് ബിൽ ട്രഷറിയിൽ സമർപ്പിക്കുന്ന ഡ്രോയിങ് ഓഫീസർ കൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സബ് വൗച്ചറുകളിൽ എന്ത് നടപടി സ്വീകരിക്കും? ഉത്തരം ഓരോ വൗച്ചറിലും ക്യാൻസൽഡ് എന്ന് രേഖപ്പെടുത്തണം. ഡിപ്പോസിറ്റുകൾ തിരികെ നൽകുന്നതിനായി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ ഏത് ഭാഷയിലായിരിക്കണം? ഉത്തരം ഇംഗ്ലീഷ് ഭാഷയിലായിരിക്കണം.
നിരത ദ്രവ്യം ഭാഗികമായി തിരികെ നൽകുന്ന നടപടി ശരിയാണോ? ഉത്തരം നിരത ദ്രവ്യം ഭാഗികമായി തിരികെ നൽകാൻ പാടുള്ളതല്ല. ക്യാഷ് ഓർഡർ ഇഷ്യൂ ചെയ്ത് എത്ര കാലയളവിന് ശേഷമാണ് ലാപ്സ് ആകുന്നത്? ഉത്തരം 3 മാസത്തിന് ശേഷം. ഒരു ഡ്രോയിങ് ഓഫീസർക്ക് ഇഷ്യൂ ചെയ്ത ചെക്കിന്മേൽ എത്ര കാലത്തിനുള്ളിൽ പേയ്മെന്റ് നടന്നിട്ടില്ല എന്നതിനാൽ ചെക്ക് ക്യാൻസൽ ചെയ്യാവുന്നതാണ്? ഉത്തരം 1 വർഷത്തിനുള്ളിൽ. ഒരു അപേക്ഷയിന്മേൽ ട്രഷറി ഓഫീസർക്ക് ഇഷ്യൂ ചെയ്യാവുന്ന ചെക്ക് ബുക്കുകളുടെ എണ്ണം? ഉത്തരം 1. ഉപയോഗിക്കാതെ തിരികെ തന്ന ചെക്ക് ലീഫുകൾ ആരുടെ ഉത്തരവ് പ്രകാരമാണ് നശിപ്പിക്കുക? ഉത്തരം ട്രഷറി ഡയറക്ടറുടെ. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.